അമിതമായ സ്പീഡിൽ MLA-യുടെ വാഹനം കടന്നു പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് തോന്നി പിന്തുടർന്ന് ചെന്നപ്പോൾ സംശയിച്ച നേരം ഒരു കാടിന്റെ നടുക്ക് വണ്ടി നിർത്തി ഡ്രൈവർ ഓടി രക്ഷപ്പെടുക. ചുറ്റും ഗുണ്ടകളും. ഈശ്വരാ, എന്തായാലും ഒന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നീട് ദേവിക തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി ഇൻഫോം ചെയ്തു. 2 പിടിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത്. ഇതൊരു വാർത്തയാക്കണ്ട CM തന്നെ പറഞ്ഞു എന്ന് അറിഞ്ഞത്. നാട്ടിലൊരു MLA അപായപ്പെടുത്താൻ നോക്കുവാന്ന് വെച്ചാ? ജനപ്രതിനിധിയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരെ മനസ്സമാധാനത്തോടെ എങ്ങനെ പുറത്തിറങ്ങും? ഇനിയുള്ള കാലത്ത് എല്ലാവരും കരുതലോടെ തന്നെ ജീവിച്ചേ പറ്റൂ. കൊല്ലാൻ തീരുമാനിച്ചിറങ്ങുന്നവർക്ക് പ്രസിഡന്റ് എന്നോ പ്രധാനമന്ത്രി എന്നോ കൊണ്ടോ ലോക നേതാക്കൾ വരെ കൊല്ലുന്നു. പിന്നാണോ ഒരു MLA? ആരാണ് ഇതിന്റെ പിറകിലെന്ന് വല്ല സൂചനയും കിട്ടിയോ? VDF MLA-യോട് സാധാരണഗതിക്ക് ശത്രുത വരേണ്ടത് KDF-കാർക്കാ. ഇതിന്റെ പിറകിൽ പക്ഷേ രാഷ്ട്രീയ വിരോധം തോന്നുന്നില്ല. എന്തായാലും രഹസ്യമായിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദേവികയുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്? MLA-ക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. ഇറങ്ങി പ്രവർത്തിച്ചാലേ പറ്റൂ. ചടങ്ങുകൾക്ക് പോകണം, നിയമസഭയിലെത്തണം, വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പൊതു ഇടങ്ങളിലെത്തണം. അതുകൊണ്ട് ഒളിച്ചോടാൻ അടച്ചിരിക്കാനൊന്നും പറ്റില്ല. ആരെങ്കിലും ഒരാൾ സദാസമയവും ദേവികയുടെ കൂടെ വേണം. ഒരു ബോഡി ഗാർഡായിട്ട്. അതുപോലെ വിശ്വസ്തനായ ഒരു ഡ്രൈവറേയും വേണം. അതെ, ആ കുട്ടിയുടെ ജീവൻ കൊണ്ട് പന്താടാൻ ഇനി അവസരം ഉണ്ടാക്കരുത്. ഇനി നല്ല ശ്രദ്ധ വേണം. കൃത്യമായി ഒരാളെ കണ്ടുപിടിച്ച് നിയമിക്കണം. പാവം ദേവിക ആകെ പേടിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ അവളങ്ങനെ തളർന്നു പോകുന്നവളല്ല. പതറാതെ തന്നെ കാര്യങ്ങൾ നേരിട്ടു. ചന്ദ്രോത്തുകാരും സംഭവം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതങ്ങനെ പോട്ടെ. അമ്മ എന്തെങ്കിലും എടുത്തു വെക്ക്. ദേവി, തന്റെ അവസ്ഥ എനിക്ക് ഊഹിക്കാൻ പറ്റും. താനാകെ പേടിച്ചു അല്ലേ? ഇല്ല നന്ദു, സത്യമായിട്ട് ഞാൻ പേടിച്ചില്ല. എന്തോ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഒന്നും സംഭവിക്കില്ല എന്നും ഒരു രക്ഷ എനിക്കുണ്ടാവുന്നു. ഞാൻ നന്ദുവിന്റെ അടുത്തെത്തുമെന്ന് എന്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. എല്ലാം അറിഞ്ഞപ്പോ നന്ദു പേടിച്ചോ? പേടിച്ചു. ആ പേടിതേ ഇപ്പോഴും ഉള്ളിലുണ്ട്. നീ MLA ആയി കഴിഞ്ഞത് മുതല് ആ പേടി എന്റെ കൂടെ ഉണ്ട്. പുതിയ ഏതൊക്കെ ശത്രുക്കള് തനിക്ക് ചുറ്റും ഒത്തുചേരുന്ന പോലൊരു തോന്നല്. ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നതൊന്നും എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ. നിനക്ക് ആപത്തൊന്നും സംഭവിക്കില്ലേന്ന്. നന്ദു എനിക്ക് വേണ്ടി ഇങ്ങനെ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല. ദേവി, വളരെ കെയർഫുൾ ആവണം. അറിയാലോ, ഇപ്പൊ തന്നെ ശത്രുക്കൾ ഒരുപാടുണ്ട്. അരുന്ധതിയൊക്കെ ഒരവസരം നോക്കി കാത്തിരിക്കുക. അവർക്കിതിൽ കൈയുണ്ടെങ്കിൽ അവരുടെ അവസാനം എന്റെ കൈകൊണ്ടായിരിക്കും. ഒന്നും വേണ്ട നന്ദു, പോലീസിന്റെ അന്വേഷണം കൃത്യമായി നടക്കും. നിയമസഭാംഗമാ ഞാൻ. അതിന്റെ ഒരു ഗൗരവവും പരിഗണനയും എന്തായാലും അന്വേഷണത്തിലുണ്ടാവും. നന്ദു ടെൻഷൻ ആവണ്ട, പകരം ചോദിക്കാനും നിൽക്കണ്ട. നിനക്കൊരു സെക്യൂരിറ്റി വേണം, വിശ്വസ്തനായ ഒരു ഡ്രൈവർ വേണം. അതിനുള്ള സംവിധാനം ഉടനെ ഉണ്ടാക്കാം. നന്ദു വിഷമിക്കണ്ട, അതൊക്കെ അതിന്റെ രീതിയിൽ നടന്നോളും. അല്ല, എല്ലാം നടക്കുമെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ചില തീരുമാനങ്ങൾ എടുക്കണം. ആദ്യ ചതിയൻ ഡ്രൈവറെ കണ്ടുപിടിക്കണം. നിന്റെ കൂടെ വിശ്വസ്തനായ ഒരു ഡ്രൈവർ വേണം.
എന്താ മോനെ? അമ്മേ, ഇനി വീട്ടിലിങ്ങനെ കൈയും കെട്ടിയിരുന്നിട്ട് കാര്യമില്ല. ഈ പ്രായത്തിൽ അമ്മയെ ജോലിക്ക് അയച്ചത് ആ കാശ് കൊണ്ട് ചോറിന വയ്യമ്മേ. എന്തായാലും ഒരു തൊഴിൽ അന്വേഷിച്ചേ പറ്റൂ. ഞാനത് തീരുമാനിച്ചു. മോനെ, നീ ധൃതി വെക്കണ്ട. വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. 1-2 ദിവസം വിശ്രമിക്കുന്നതായിട്ട് കരുതിയാ മതി. കൃത്യമായൊരു തൊഴിലില്ലാതെ ഇത്രയും ദിവസം ഗൾഫിൽ വിശ്രമിച്ചല്ലേ അമ്മേ. ഇവിടെ ഇനി ജോലി ചെയ്തേ പറ്റൂ. ഗൗരി, ജോസേട്ടൻ പറഞ്ഞ വക്കീൽ ഓഫീസിലെ ഡ്രൈവർ ജോലിക്ക് ശമ്പളം ഇത്തിരി കുറവാ. ഒന്നും പറ്റിയില്ലെങ്കിൽ അത് തന്നെ നോക്കാം, അല്ലേ? മുരളേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്തോ. മോനെ നോക്ക്, നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും. നാട്ടുകാർ ഓരോന്ന് ചോദിക്കാൻ പറയൊക്കെ ചെയ്യുമ്പോ മോനെ കേൾക്കുമ്പോ അതൊരു വിഷമാവും. അമ്മേ, നാട്ടുകാരെ പേടിച്ചിരുന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ പൊതു സ്വഭാവം ഇത്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിൽ സന്തോഷിക്കുക. അതുപോലെ ഓരോ ചോദ്യം ചോദിക്കല്. പഠിത്തം കഴിയുന്നതിന് മുമ്പ് തന്നെ ജോലി ആയില്ലെന്ന് ചോദിക്കല്. 25 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കാതെ പെണ്ണ് നിന്ന നാട്ടുകാർക്ക് പ്രയാസം. കല്യാണം കഴിഞ്ഞ വിശേഷമായില്ലേന്ന് അറിയണം. മരിക്കാൻ കിടക്കുന്ന ആളെ വെറുതെ വിടുവോ? അടുത്ത് വന്നിട്ട് ചോദിക്കും, ഞാൻ ആരാണെന്ന് മനസ്സിലായോന്ന്. അപ്പുറത്തെ വീട്ടിലൊരു പൂച്ച പാത്രം തട്ടിയിട്ട ഭാര്യയും ഭർത്താവും കൂടി തമ്മിത്തല്ലി പാത്രം വലിച്ചെറിഞ്ഞു എന്ന് കഥയുണ്ടാക്കും. സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നതെന്നും കാക്ക മലർന്നാണ് പറക്കുന്നതെന്ന് സ്ഥാപിക്കാൻ പൊതുജനം വിചാരിച്ചാൽ സാധിക്കും. അതുകൊണ്ട് നാട്ടുകാർ അവരുടെ വഴിക്ക് വിട്ടേക്കമ്മേ. നമുക്ക് ജീവിക്കാൻ നമ്മൾ തന്നെ വഴി കണ്ടുപിടിക്കണം. ഞാൻ എന്തായാലും ഇറങ്ങാം. 1-2 കമ്പനി കൂടെ കയറണം. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ഗൗരി, അമ്മ വിഷമിക്കണ്ട. മുരളേട്ടൻ പറഞ്ഞത് നേരാ. നമ്മള് അഭിമാനം വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാനും വൈകാതെ ഒരു ജോലി നോക്കുന്നുണ്ട്. എന്നാലും മനുഷ്യന്റെ അവസ്ഥ എത്ര പെട്ടെന്നാ മാറുന്നേ. നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താ? ആ ഡ്രൈവറെ പിടികൂടി കഴിഞ്ഞാലേ ദേവിക്കെതിരെ സംഭവിച്ചിരിക്കുന്ന പിന്നിലെ ഗൂഢാലോചന പുറത്തു വരും. അപ്പോഴേ യഥാർത്ഥ പ്രതികളിലേക്കും അന്വേഷണം ചെല്ലും. എന്തായാലും ദേവിക്കൊരു പുതിയ ഡ്രൈവർ ഉടനെ വേണം. ഇനിയൊരു ഡ്രൈവർ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഏറ്റവും പ്രധാനം പുതിയ ഡ്രൈവർ നമുക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ പറ്റില്ല. അതെന്തായാലും അങ്ങനെ തന്നെ വേണം. ഇപ്പോഴത്തെ ആളിനെ സഹതാപം തോന്നിയിട്ടാണല്ലോ നമ്മൾ നിയമിച്ചത്. അയാളുടെ കുടുംബം രക്ഷപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നല്ലോ. ഇനി അത് വേണ്ട. ശമ്പളം സർക്കാരല്ലല്ലോ കൊടുക്കുന്നേ, MLA യുടെ ശമ്പളത്തിൽ നിന്നാണല്ലോ. അപ്പൊ നമുക്ക് തീരുമാനിക്കാം. നമുക്ക് വിശ്വാസമാകുന്ന ഒരാളെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് ഇന്റർവ്യൂ ചെയ്ത് ബോധ്യപ്പെട്ട് മാത്രം നിയമിച്ചാൽ മതി. കൊള്ളാം. അമ്മ എന്തിനാ ഇതിന്റെ പുറകെ കിടന്നിങ്ങനെ തൂങ്ങുന്നേ? എന്റെ അമ്മയുടെ വാക്കിന് ഇവിടെ ആരെങ്കിലും വില തരുമോ? പ്രത്യേകിച്ച് MLA ദേവിക. നമ്മളെ തോറ്റ പാർട്ടിയുടെ ആൾക്കാരാ. തോറ്റവര് മിണ്ടണ്ട, ജയിച്ചവര് തീരുമാനിച്ചോളൂ. ചേച്ചി, ആനക്കാര്യത്തിനിടയ്ക്ക് ചേനക്കാര്യം പറയല്ലേ. അമ്മ ദേവിയോട് ഇലക്ഷന് മത്സരിക്കേണ്ടെന്ന് പറഞ്ഞതും പിടിച്ചല്ലേ ചേച്ചി വരുന്നത്. തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, ദേവി MLA ആയി. ഇനിയും ചേച്ചിയുടെ പ്രശ്നം തീർന്നില്ല. അമ്മയാണെങ്കിൽ അമ്മ ജയിക്കുന്നതിനേക്കാൾ സന്തോഷത്തില്ല ഇപ്പോ. ഇനിയും പഴയ കാര്യങ്ങളുടെ മുകളിൽ കയറി ചേച്ചി അടയിരിക്കല്ലേ. ചേച്ചി, ഇവിടുത്തെ വിഷയം ദേവിയുടെ പുതിയ ഡ്രൈവർ ആരാവണമെന്നുള്ളതാ. കണ്ടോ,
ഞാനൊരു അഭിപ്രായം പറഞ്ഞപ്പോ എന്റെ വായടയ്ക്കാൻ നോക്കുക. മോളെ എന്താടി? ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു നിർദ്ദേശം ഞാൻ പറയട്ടെ. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇതിനെക്കുറിച്ച് എന്നെ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെയാ ദേവിക ഡ്രൈവർ ആരാവണമെന്ന് ഒരു തീരുമാനത്തിലെത്തിയത്. ഞാനൊരാളെ നിർദ്ദേശിക്കാം. നന്ദൻ. ഈ ഒരു സാഹചര്യത്തിൽ ദേവികയുടെ ഡ്രൈവറായി നന്ദനായിരിക്കും കൃത്യമായിട്ടുള്ളൊരാൾ. നന്ദനാണെങ്കിൽ നമുക്ക് ഭയപ്പാടില്ലാതിരിക്കാലോ. അയ്യേ, ഇവളുടെ ഡ്രൈവറായിട്ട് നന്ദനെ വെക്കാനോ? അച്ഛന് വേറെ ഒന്നും പറയാനില്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഡ്രൈവർ ജോലി മാത്രമാക്കണ്ട. ഇവളുടെ അടുക്കള പണിയും തുണി അലക്കലും MLA ക്വാർട്ടേഴ്സ് അടിച്ചു വരലും ഒക്കെ നന്ദനെ തന്നെ ഏൽപ്പിക്ക്. അച്ഛന് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടോ? അതോ നന്ദനിന്റെ അച്ഛന്റെ മോനല്ലേ? രജനി, നീ എന്തൊക്കെയാ പറയുന്നേ? എന്താമ്മേ, രജനി പറഞ്ഞാൽ എന്താ തെറ്റ്? ഭാര്യയുടെ സേവകനായിട്ട് ജീവിതം കഴിച്ചുകൂട്ടേണ്ട ഗതികേട് ഈ കുടുംബത്തിൽ ആർക്കുമില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. നന്ദ, ഒരു കാര്യം ഞാൻ പറയാം. അച്ഛൻ എപ്പോഴും ദേവികയുടെ ഭാഗത്ത് നിന്നേ കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ. ആയിക്കോട്ടെ, മരുമകൾ വലിയ രാഷ്ട്രീയക്കാരിയും മന്ത്രിയും ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ അത് നമ്മുടെ ചെലവില് വേണ്ട. നീ എന്റെ അനിയനാ. നിന്റെ വില കളഞ്ഞിട്ടുള്ള ഒരു നീക്കത്തിനും ഞാൻ കൂട്ടു നിൽക്കില്ല. ഭാര്യയോടുള്ള സ്നേഹവും സഹതാപവും ഒക്കെ കൂടിയിട്ട് അച്ഛൻ പറഞ്ഞതനുസരിക്കാന്ന് നീ തീരുമാനിക്കുകയാണെങ്കിൽ നോക്കുന്നെന്താ, നീ ഓടിക്കുന്ന MLAയുടെ വണ്ടിയുടെ മുന്നിൽ ചാടി ഞാൻ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും. നിർത്തടി. പറഞ്ഞു എവിടേക്കാ കാട് കയറി പോകുന്നത്? ഞാൻ നല്ല അർത്ഥത്തിലും നല്ല ഉദ്ദേശത്തിലുമാ ഈ നിർദ്ദേശം വെച്ചത്. നന്ദന ഡ്രൈവർ ജോലിക്കാരനാക്കാൻ വേണ്ടിയൊന്നുമല്ല, ദേവിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാ ഇങ്ങനൊരു ചുമതല ഞാൻ നിർദ്ദേശിച്ചത്. ഇനി രജനി പറഞ്ഞ അഭിപ്രായം എല്ലാവർക്കും എങ്കിൽ ഞാൻ ഇതിലൊന്നും പറയുന്നില്ല. ഞാൻ അച്ഛൻ പറഞ്ഞതിനെ അനുകൂലിക്കുക. ദേവിയുടെ സംരക്ഷണത്തിന് ഞാൻ കൂടെ ഉണ്ടാവണം. MLA സംരക്ഷിക്കേണ്ടത് ഭർത്താവല്ല, ഗവൺമെന്റാ. VDF അല്ലേ ഭരിക്കുന്നത്. സ്വന്തം MLA രക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിലേ ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോണം. ചേച്ചി, എന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. എന്റെ പൊന്നു മോളെ, ഞാൻ നിന്നോട് സംസാരിച്ചിട്ടില്ല. നീ വലിയ MLA. ഞാനൊരു പാവ സ്കൂൾ അധ്യാപകന്റെ ഭാര്യയെ. നീ നിന്റെ ഗമയ്ക്കൊപ്പം ഉള്ളവരോട് സംസാരിച്ചാ മതി. അല്ല, ആദ്യം വേണ്ടത് ആ ഡ്രൈവറെ പിടിച്ച് നല്ല ഇടി പറ്റിക്കാന്നുള്ളതാ. അപ്പൊ അറിയാം പിന്നിലുള്ള ഗൂഢാലോചന. ഇവളുടെ സംരക്ഷകയാണല്ലോ അരുന്ധതി. അവള് തന്നെയാവും ഇതിന്റെ പിറകില്. എല്ലാരും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണോന്ന് എനിക്ക് സംശയമുണ്ട്. മാധ്യമ ശ്രദ്ധ കിട്ടാൻ. രജനി, നീ ഒന്ന് നിർത്തി. ഇനി നിങ്ങൾ തീരുമാനിച്ചോ, ഞാൻ അനുസരിച്ചോളാം.
ശരി, നോക്കിയിട്ട് CP യോട് പറഞ്ഞാൽ മതി. അടുത്ത ഒരാഴ്ച ഞാൻ ഫുൾ ടൈം ഓഫീസിൽ തന്നെ ആയിരിക്കും. മറ്റ് മീറ്റിംഗ്സ് ഒക്കെ ക്യാൻസൽ ചെയ്തോ? വളരെ നല്ല കാര്യം മാഡം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ മാഡത്തിന്റെ ശ്രദ്ധ ഓഫീസ് കാര്യങ്ങൾക്ക് കിട്ടുന്നില്ല. ഓഫീസിൽ മാഡത്തിന്റെ അറ്റൻഷൻ അത്യാവശ്യമാണ്. ഒഫീഷ്യൽ കാര്യങ്ങൾ മുഴുവൻ തീർത്തതിന് ശേഷം വേണം മറ്റു ചില പെൻഡിങ് കാര്യങ്ങൾ തീർക്കാനായി ഇറങ്ങാൻ. അതെന്താ മാഡം? ദേവിക, പ്രഭാവതി, അങ്ങനെ ബാക്കി നിർത്തിയതിനൊക്കെ എന്നേക്കുമായിട്ട് തീർക്കണം. കെറി കൃത്യാണല്ലോ. ഞാൻ പറഞ്ഞതവിടെ കേട്ടോ. ദാ പ്രഭാവതി. ഹലോ. തോറ്റിട്ടും നിനക്ക് മതിയായില്ലല്ലേ? അന്നാ കൊലയാളി രാധാമണിക്കൊപ്പം നിനക്കും താക്കീത് നൽകിയ വിട്ടയച്ചത്. എന്നിട്ടും നിർത്താറായില്ലല്ലേ? തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടർ ചെന്ന് കാണുക വേണ്ടേ? വിരോധമുള്ളവരെ ഫോണിൽ വിളിച്ച് പിച്ചും പേയും പറയല്ല വേണ്ടേ? ഭ്രാന്ത് വരാൻ പോകുന്നത് നിനക്കാ. തോറ്റ് സമനില തെറ്റും. ഇന്നലെയും നീ വിചാരിച്ച കാര്യം നടന്നില്ലല്ലോ. പറയുമ്പോ തെളിച്ചു പറയണം. നിനക്കറിയില്ലല്ലേ? ദേവികയുടെ ഡ്രൈവറെ സ്വാധീനിച്ച് അവളെ അങ്ങ് അപകടപ്പെടുത്തി കളയാന്ന് കരുതിയല്ലേ? എന്നിട്ട് നീ വിചാരിച്ചത് നടന്നോ? ദൈവമുണ്ട് അവളോടൊപ്പം. സത്യത്തിനു വേണ്ടി നിൽക്കുന്നവരെ ദുഷ്ടർക്ക് തൊടാൻ പോലും പറ്റില്ല. ഡ്രൈവറെ സ്വാധീനിച്ചെന്നോ? ആര്? നിങ്ങൾക്ക് മാനസിക നില തെറ്റിയിരിക്കുകയാണോ? തോറ്റതിന്റെ ചമ്മല് മറയ്ക്കാൻ നീ കിടന്ന് ഉരുണ്ട് മറിയണ്ട. ഡ്രൈവറെ ഉടൻ പോലീസ് പൊക്കും. അത് കഴിഞ്ഞ പോലീസ് പിന്നെ നിന്റെ അടുത്തേക്കായിരിക്കും വരുന്നത്. കരുതിയിരുന്നു. ഒരു MLA ആണ് കൊല്ലാൻ നോക്കിയത്. അതിന്റെ ഭവിഷ്യത്ത് നിനക്ക് ഊഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമായിരിക്കും. എന്താ മേഡം? CP, ഞാൻ ഭയപ്പെട്ട പോലെയൊക്കെ നടക്കുന്നു എന്നാ തോന്നുന്നേ. ഋഷി ദേവികയ്ക്കെതിരെ നീങ്ങുക ആണോ? പ്രഭാവതി പറയുന്നത് ദേവികയുടെ ഡ്രൈവറെ വശത്താക്കി എന്തോ അപകടം നടത്താൻ ശ്രമിച്ചു എന്നാ. ഞാൻ അതിന്റെ പിറകിലെന്നാ പ്രഭാവതി സംശയിക്കുന്നത്. എന്റെ സംശയം ഋഷി തന്നെയായിരിക്കും ഇത് ആസൂത്രണം ചെയ്തെന്നാ. ഋഷി അല്ലെങ്കിൽ ത്യാഗരാജൻ. ത്യാഗരാജനാവാൻ സാധ്യതയില്ല. കുറച്ചു മുമ്പ് ഞാൻ ത്യാഗരാജനുമായിട്ട് സംസാരിച്ചിരുന്നു. ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇത് ചിലപ്പോൾ രാഷ്ട്രീയ ശത്രുതയും KDF-കാരാവാനും വഴിയുണ്ട്. മാഡം ചന്ദ്രോത്തുകാരുടെ ശത്രുവായതുകൊണ്ട് സംശയം മാഡത്തിലേക്ക് വന്നതായിരിക്കും. എനിക്കെന്തോ ചില സംശയങ്ങൾ തോന്നുന്നു. ഋഷിക്ക് ഇതിലെന്തോ കൈയുണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നേ. ത്യാഗരാജൻ ഇതിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാ മേഡം. അല്ലെങ്കിൽ ത്യാഗരാജൻ എന്നോട് എന്തെങ്കിലും സൂചിപ്പിക്കുമായിരുന്നു. ഋഷിയുടെ കാര്യത്തിൽ എനിക്ക് ഭയം കൂടുക. നന്ദു പ്ലീസ്, അച്ഛൻ എത്രയൊക്കെ ആവശ്യപ്പെട്ടാലും കുടുംബം മുഴുവൻ ഒന്നിച്ച് പറഞ്ഞാലും നന്ദു എന്റെ ഡ്രൈവർ ആവരുത്. അതെന്റെ അപേക്ഷയാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഞാൻ കൂടെയുള്ളത് നിനക്കൊരു ബാധ്യതയായിട്ട് മാറുന്നു വെച്ചിട്ടാണോ നീ ഈ പറയുന്നേ? ദേ, ആവശ്യമില്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ ഒറ്റ അടി വെച്ച് തരും. ആ അതെ, നന്ദു കൂടെയുള്ളത് ഒരു ബാധ്യതയാ. MLA എന്ന നിലയിൽ എന്റെ ജോലി അത് ബാധിക്കും. തീർന്നില്ലേ? ദേവി,
ഇപ്പം നടന്ന സംഭവങ്ങളോട് കണക്കിലെടുത്താ ഇങ്ങനൊരു നിർദ്ദേശം വന്നത്. നിനക്കൊരു സംരക്ഷണം കിട്ടും. എന്റെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ടാ അച്ഛൻ ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടത്. അതെനിക്കറിയാം. അച്ഛൻ എന്നോടുള്ളൊരു കരുതൽ വെച്ചിട്ടാ നന്ദുവിനോട് എന്റെ ഡ്രൈവർ ആവാൻ പറഞ്ഞത്. പക്ഷേ നന്ദു അങ്ങനെ എന്റെ ഡ്രൈവർ ആയി കഴിഞ്ഞാൽ പൊതുജനത്തിന്റെ ഇടയിൽ അത് ആവശ്യമില്ലാത്തൊരു ടോക്ക് ഉണ്ടാക്കും. എന്നുവെച്ചാ ഭർത്താവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, പിൻവാതിൽ നിയമനം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണം ഉണ്ടാവും. MLA എന്ന നിലയ്ക്ക് എനിക്കത് വിഷമാവും. എന്റെ ഭർത്താവ് എന്ന നിലയ്ക്ക് നന്ദുവിനും അത് പ്രയാസാവും. പിന്നെ KDF-കാരൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. പുതിയ വ്യാഖ്യാനങ്ങളുമായിട്ട് അവര് വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇറക്കും. അതാണ് തന്റെ പ്രശ്നം. അല്ല, നന്ദുവിന്റെ മുകളിൽ ഒരു ജോലി എനിക്ക് വേണ്ട. MLA-യുടെ ഡ്രൈവറായിട്ട് നന്ദു എന്റെ കൂടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ദേവി, അതൊന്നും താൻ ചിന്തിക്കണ്ട. നന്ദു എന്തൊക്കെ പറഞ്ഞാലും പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. നന്ദുവിനൊരു ജോലി വേണം, അതെനിക്കറിയാം. എനിക്കൊരു സെക്യൂരിറ്റിയും വേണം. പക്ഷെ ഇതിന് രണ്ടിനുള്ള മാർഗം ഇതല്ല. താൻ പറയുന്നത് ശരിയാ. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് മാത്രമേ ചിന്തിച്ചോളൂ. അത് വിട്ടേക്കാം. പിന്നെ രജനീജിക്കും ഞാൻ തന്റെ ഡ്രൈവറാവുന്ന ഇഷ്ടമല്ല. ചേച്ചിയും ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ചേച്ചി എതിർക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല. ഭർത്താവ് ഭാര്യയേക്കാൾ ചെറിയ ജോലി ചെയ്യുന്നതിന്റെ കോംപ്ലക്സാ. അത് നമ്മുടെ നാട്ടിലുള്ളതല്ലേ. പിന്നെ ചേച്ചി പറയുന്നത് നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ വേണ്ടി കൂടി ആവാം. ചേച്ചിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ചേച്ചിയുടെ ഇപ്പോഴത്തെ രീതികൾ വെച്ച് പറഞ്ഞതാ. അതെനിക്കും അറിയാം. നമുക്ക് അച്ഛനോട് കാര്യങ്ങൾ തുറന്നു പറയാം, അച്ഛന് മനസ്സിലാവും. എന്താ നന്ദു, നന്ദുന് ഫീലായോ? ഞാൻ പോസിറ്റീവായിട്ടാ പറയുന്നേ. എനിക്കറിയാം. നമ്മുടെ കുടുംബത്തിന്റെ പൊതു നന്മയ്ക്കാ താൻ ഈ പറയുന്നേ. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ജോലിക്കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാ. നമുക്കുള്ളത് കൃത്യസമയത്ത് തന്നെ വരും. അതെ മുരളേട്ടാ, അമ്മ പറഞ്ഞതുപോലെ സമയമാകുമ്പോ എല്ലാം നടക്കും. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഗൾഫിലായാലും നാട്ടിലായാലും ഒരു ജോലിക്ക് കയറി പറ്റുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കുറ്റം, പ്രായം കുറഞ്ഞാൽ കുറ്റം, പ്രായം കൂടിയ കുറ്റം. കമ്പനികളിൽ കയറി ഇറങ്ങി ജോലി തണ്ടല് ഞാൻ എന്തായാലും നിർത്തി. ഓട്ടോ തന്നെ മതി. കൃത്യമായിട്ട് ഓട്ടം കിട്ടിയാൽ നിത്യച്ചെലവ് ബുദ്ധിമുട്ടില്ലാതെ പോകും. അമേൻ, സിദ്ധാർത്ഥൻ സാറിനോട് പറഞ്ഞ സൊസൈറ്റിയിൽ നിന്നൊരു ലോൺ വേണമെങ്കിൽ ശരിയാക്കി എടുക്കാം. ആർക്കു വേണ്ടിയും സാറ് ശുപാർശ ചെയ്യില്ലെന്ന് നിനക്കറിയാലോ. കുറച്ചുകൂടെ ക്ഷമിക്ക്, വേറൊരു നല്ല ജോലി കിട്ടും. നീ ഓട്ടോ ഓടിച്ച് കുറെ ബുദ്ധിമുട്ടിയതല്ലേ? അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ലമ്മേ. ഇടയ്ക്ക് ഗൗരിയുടെ ആഘോഷ സമയത്ത് ഓട്ടോ ഇത്തിരി ബുദ്ധിമുട്ടായെന്നേ ഉള്ളൂ. മാന്യമായിട്ട് ജീവിക്കാനുള്ള വരുമാനം ഓട്ടോയിൽ നിന്ന് കിട്ടും. പക്ഷേ പുതിയ ഓട്ടോ എടുക്കണമെങ്കിൽ ലോൺ വേണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ബാങ്ക് ആവശ്യപ്പെടുന്ന ഈട് കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ പിന്നെ ഒരു പഴയ ഓട്ടോറിക്ഷ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. എന്നാലും വേണം കയ്യിൽ കുറച്ച് കാശ്. നീ ഒന്ന് സമാധാനപ്പെട്, നല്ലൊരു ജോലി കിട്ടും, നോക്കിക്കോ. തൊഴിലുറപ്പിന്റെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. ഗൗരി, മുരളിക്ക് ചോറെടുത്ത് കൊടുക്കണേ. ശരി അമ്മ. മുരളേട്ടൻ വിഷമിക്കാതെ വരട്ടെ. അമ്മ പറഞ്ഞതുപോലെ മറ്റൊരു ജോലിക്കാര്യം കൂടി നമുക്ക് ചിന്തിക്കാം. എന്തിനും കുറച്ച് കാശ് വേണം. 1-2 ബാങ്ക് കൂടി അന്വേഷിക്കാം. ഭാർഗവി, മുൻപ് ഇങ്ങോട്ട് വന്നത് കയ്യിൽ സമ്മാനവും മനസ്സറിച്ച് സന്തോഷമായിട്ടാ. കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞെന്നും ജീവിതത്തിന്റെ അവസാന കാലങ്ങൾ മോന്റെ സൗഭാഗ്യങ്ങളും കണ്ട് സന്തോഷത്തോടെ കഴിയാവുന്ന സ്വപ്നം കണ്ടു. പക്ഷെ ദൈവം കണ്ടത് വേറൊന്നാ. ഇനി വേണം ഇവള് കൂടുതൽ ബുദ്ധിമുട്ടാന്നായിരിക്കും ഈശ്വര നിശ്ചയം. അങ്ങനെ നിരാശപ്പെടാതെ ഭാർഗവി. എനിക്ക് മുമ്പൊന്നും
ജീവിതത്തിൽ വലിയ നിരാശ വന്നിട്ടില്ല. പക്ഷേ ഇപ്പൊ ഞാൻ തളർന്നു പോവുക. വേറൊന്നും കൊണ്ടല്ല. എന്റെ മുരളിയുടെ ജീവിതം വഴിമുട്ടി നിൽക്കുക. നമ്മുടെ വിഷമം നമ്മൾ സഹിക്കും. പക്ഷേ മക്കളുടെ സങ്കടം നമുക്ക് താങ്ങാൻ പറ്റുമോ കുഞ്ഞെ? പാവം ഗൗരി. ഒരുപാട് സങ്കല്പങ്ങളായിരുന്നു. ദുബായി പോണം, അവിടെ അവൾക്കൊരു ജോലി വേണം, പുതിയൊരു ജീവിതം തുടങ്ങണം. ഇപ്പോ ഉള്ള ജീവിതം തന്നെ മടുപ്പായി കാണും അവൾക്ക്. നിങ്ങളുടെ ദുഃഖം എനിക്ക് മനസ്സിലാവും ഭാർഗവി. ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഞങ്ങളും കുറെ അനുഭവിച്ചല്ലോ. ഇപ്പോഴും പ്രശ്നങ്ങൾ ഒന്നൊഴിയാതെ കൂടെയുണ്ട്. ദാരിദ്ര്യ ദുഃഖവും അനുഭവിച്ചു. വേറെ ഏത് ബുദ്ധിമുട്ടും പോലെയല്ല സാമ്പത്തിക ബുദ്ധിമുട്ട്. ജീവിതം വെറുത്തു പോകും. പത്രം എടുത്ത ദിവസം കാണും കൂട്ട ആത്മഹത്യ. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട്. കുറ്റം പറയാൻ പറ്റില്ല. കാശ് കയ്യിലില്ലാതെ ആയ പിന്നെ ജീവിതം എടുക്കാൻ തോന്നിപ്പോവും. അങ്ങനൊന്നും പറയാതെ ഭാർഗവി. ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ചൊല്ലുണ്ട്. അനുഭവങ്ങൾ വെച്ചിട്ടാ എനിക്കത് ശരിയെന്ന് തോന്നിയത്. ഈ നിമിഷവും കടന്നുപോവും. സത്യോ ഭാർഗവി, ഞാൻ പലപ്പോഴും ആത്മഹത്യ ചെയ്യാതിരുന്നതിനുള്ള കാരണവും വിഷമം പിടിച്ച നിമിഷം മാറി ഒരു സമാധാന സമയം വരുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാ. ദുഃഖവും സന്തോഷവും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞതാ ജീവിതം. അതിങ്ങനെ മാറിത്തിരിഞ്ഞു വന്ന് നമ്മളെ കരയിപ്പിച്ചുകൊണ്ടും ചിരിപ്പിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കും. നീ വാ, നമുക്കൊരു കാപ്പി കുടിക്കാം. വാ കുഞ്ഞ്. കുഞ്ഞ് പറയണത് സത്യമായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എപ്പോ എങ്ങനെ മാറി വരുന്ന നിശ്ചയമില്ലാത്ത. ഞാനിപ്പോ കുഞ്ഞിനെ കാണാൻ വന്നത് കുഞ്ഞിനോടൊരു സഹായം ചോദിക്കാനാ. എന്താ ഭാർഗവി? സത്യം പറഞ്ഞ നാണക്കേടുണ്ട്. പക്ഷേ ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയുമല്ലോ. ചിലർക്ക് എത്ര ദാരിദ്ര്യം കയറിയാലും അഭിമാനം വിട്ട് കളയില്ല. ചിലരുള്ള നാണക്കേടൊക്കെ മറക്കും. ആളുകളുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടും. കുഞ്ഞിന് മനസ്സിലായി കാണുമല്ലോ. എനിക്ക് കുറച്ച് കാശ് വേണം. എന്റെ ഭാർഗവി, നിനക്ക് കാശ് വേണമെന്ന് പറയാൻ ഇത്രയും വിശദീകരണമൊന്നും വേണ്ട. നീ ഞങ്ങളുടെ ഈ വീട്ടിലെ ഒരംഗം തന്നെയാ. ഞാൻ തെരഞ്ഞെടുപ്പിന് നിന്നപ്പോ നിന്റെ കയ്യിലെ വളവിറ്റ് ആ പണം എന്റെ പ്രചരണത്തിന് തന്നവളാ. തൽക്കാലത്തേക്ക് കുറച്ച് പണം ഞാൻ തരാം, നീ വിഷമിക്കണ്ട. ഭാർഗവി, ഞാൻ ചിലരോടൊക്കെ പണം ചോദിച്ചതാ കുഞ്ഞെ. ഇന്നലെ ചോദിച്ചെങ്കിൽ തരായിരുന്നു, അടുത്ത മാസം തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും ഒഴിഞ്ഞു മാറി. ആരെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. നിനക്ക് കാശ് വേണോ എന്നിനി കൂടുതലൊന്നും പറയണ്ട. എത്ര രൂപ വേണം? കണ്ണു തുടയ്ക്ക്. ഞാനുള്ളപ്പോ നീ എന്തിനാ മറ്റുള്ളവരോടൊക്കെ പോയി കാശ് ചോദിക്കുന്നേ? അത് കുഞ്ഞ്, ഇനി ഇത് ആവർത്തിക്കരുത്. വാ. ഒരു കാര്യം കൂടി സിദ്ധാർത്ഥ സാറിനോട് പറഞ്ഞ് മുരളിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കാൻ പറ്റുമോ? അതിലൊരു ഉറപ്പ് ഞാൻ എങ്ങനെ തരും ഭാർഗവി? സിദ്ധു ജോലിക്കാര്യത്തില് സാധാരണ ശുപാർശ ചെയ്യില്ല. നന്ദന്റെ കാര്യത്തിൽ പോലും അങ്ങനെയാ. അത് സിദ്ധുവിന്റെ ഒരു പോളിസിയാ. എന്തായാലും ഞാൻ ഒന്ന് പറയാം. മുരളിക്ക് വേണ്ടിയാകുമ്പോ സിദ്ധു ഒരു പരിഗണന കാണിക്കും. ഭാർഗവി വിഷമിക്കാതെ. ഭാർഗവിയുടെ ബുദ്ധിമുട്ടുകൾ ദൈവം കാണും. ഒരു സഹായവുമായിട്ട് ഈശ്വരൻ ആരെങ്കിലും അയക്കും.
നീ വന്നേ, വാ. മുരളേട്ടാ, ഇത് ഫോൺ. ആരാ? അറിയില്ല, പുതിയൊരു നമ്പരാ. ഹലോ, ഇത് മുരളിയല്ലേ? ആ അതെ, ആരാ? മുരളി, ഇത് ഞാൻ ചന്ദ്രമതിയാ, മരിച്ചുപോയ ബലരാമന്റെ വൈഫ്. ആ മാഡം, ശബ്ദം പെട്ടെന്ന് മനസ്സിലായില്ല. പറയൂ മാഡം, മാഡത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. മുരളി സുഖായിരിക്കുന്നല്ലോ അല്ലേ? ആ അതെ. നാട്ടിലെത്തിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഗൾഫിലെ ജോലി മതിയാക്കിയല്ലേ? അത് വേണ്ടി വന്നു മാഡം. നാട്ടിൽ നിൽക്കുന്നത് തന്നെ എപ്പോഴും നല്ലത്. ഞാൻ മുരളിയെ വിളിച്ചത് എനിക്ക് മുരളിയൊന്ന് കാണണം. ഒരു പ്രത്യേക കാര്യം സംസാരിക്കാനാ. എന്താ മാഡം? നേരിട്ട് പറയാം. മുരളി സൗകര്യം പോലെ ഒന്ന് ഇങ്ങോട്ട് വരുമോ? കഴിയുന്നതും നേരത്തെ തന്നെ. ഞാൻ വരാം മാഡം, ഉടൻ തന്നെ വരാം. ആ, ബാക്കി കാര്യമൊക്കെ ഞാൻ നേരിട്ട് പറയാം. ശരി. ആരാ മുരളേട്ടാ? ചന്ദ്രമതി മാഡോ, തേവക്കാട്ടെ. അവരെന്തിനാ വിളിച്ചേ? കാര്യം എന്താണെന്ന് പറഞ്ഞില്ല, വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അവരങ്ങനെ നമ്മളെ വിളിക്കാറൊന്നുമില്ലല്ലോ. ഇനി ചന്ദ്രോത്തുമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? അതാ ഞാനും ആലോചിക്കുന്നേ. ഇടയ്ക്ക് പ്രഭാന്റിയൊക്കെ ആയിട്ട് കുറച്ച് വഴക്കും ബഹളമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പ് സമയത്ത്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയല്ലോ. എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്നാ തോന്നുന്നത്. സൗകര്യം പോലെ ചെല്ലാനാ പറഞ്ഞത്. മുരളേട്ടൻ എന്തായാലും പോയി നോക്ക്. ഇനി നന്ദനോടൊന്ന് വിളിച്ച് ചോദിക്കണോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ? ഏയ് വേണ്ട, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെ കാണുമ്പോ അറിയാലോ. നന്ദനോട് ഡിസ്കസ് ചെയ്തിട്ട് ഇനി മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിൽ വെറുതെ ഒരു സംസാരമാവില്ലേ? അത് നേരെ. എന്തായാലും ഒന്ന് പോയി നോക്കാം. കുറച്ചുകൂടി ചോറെടുക്കട്ടെ? അയ്യോ വേണ്ട. മുരളി, മാഡം വരാൻ പറഞ്ഞു. മുരളി വാ. മാഡം കുറച്ചുകാലം ഡൽഹിയിലായിരുന്നല്ലേ? അതെ, കുറച്ചു കാലം ഇവിടെ നിൽക്കും, പിന്നെ അങ്ങോട്ട് പോവും. സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കാൻ തോന്നാറില്ല. ആ മുരളി ഇരിക്കെ. ഏയ് കുഴപ്പമില്ല മാഡം. ഒരുപാട് നാളായല്ലേ കണ്ടിട്ട്. ബലരാമൻ സാറിനെ കുറിച്ചും മാഡത്തെ കുറിച്ചും ഒക്കെ മിക്ക ദിവസങ്ങളിലും ഓർക്കാറുണ്ട്. പല ദിവസങ്ങളിലും മലയാളി അസോസിയേഷനിലെ ചർച്ചകളിൽ ബലരാമൻ സാറിന്റെ പേരൊക്കെ കടന്നു വരാറുണ്ട്. അയ്യോ, ഞാൻ മാഡം വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. എനിക്കറിയാം, അന്ന് മുരളിയോടൊക്കെ പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിലും യഥാർത്ഥത്തിൽ നല്ല മനസ്സുണ്ടായിരുന്നവർ നിങ്ങളൊക്കെയാണെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി. ആ, മുരളി ഗൾഫിലെ ജോലി മതിയാക്കിയ നാട്ടിലേക്ക് വന്നതല്ലേ? അതെ മാഡം. അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവസാനം നാട് തന്നെ മതിയെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ലോകത്തെല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെയാ. എന്തായാലും നാട്ടിലാകുമ്പോ ബന്ധുക്കളും പരിചയക്കാരും അടുത്തുള്ളതിന്റെ ഒരു സന്തോഷം കിട്ടും. അതെ മാഡം. ആ, ഞാനേ മുരളിക്ക് കുടിക്കാൻ എന്തേലും എടുക്കാം. മുരളി ഇരിക്കും. മേഡം ഒന്നും വേണ്ട, ഞാൻ വൈകിയ ആഹാരം കഴിച്ചത്. ഒന്നും വേണ്ട. ശരി, എന്നാ ഞാൻ നിർബന്ധിക്കുന്നില്ല. അല്ല, ഇനിയെന്താ മുരളിയുടെ തീരുമാനം? പഴയതുപോലെ ഓട്ടോ ഓടിക്കാൻ തന്നെയാണോ? പല ജോലിയും നോക്കുന്നുണ്ട്. എന്റെ ഓട്ടോ ഞാൻ ഗൾഫിൽ പോകുമ്പോൾ കൊടുത്തിട്ടാ പോയത്. പുതിയൊരെണ്ണം എടുക്കാന്ന് വെച്ചാ അതത്ര എളുപ്പത്തിൽ നടക്കില്ല. ഈ ലോൺ എടുക്കുന്നതെന്ന് വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. എന്തായാലും ഫീൽഡ് ഡ്രൈവിംഗ് തന്നെ ആയിരിക്കും അല്ലേ? അതാണ് മാഡം എനിക്ക് വഴങ്ങുന്ന ജോലി. ഓ, ഒരു പേഴ്സണൽ ഡ്രൈവറായി ഓഫർ വന്നാ ആ ജോലി സ്വീകരിക്കാൻ പറ്റോ? പിന്നെന്താ മാഡം, ഒരു ജോലി എനിക്കിപ്പോ അത്യാവശ്യം. മാഡത്തിന് വേണ്ടിട്ടാ? ഏയ്, എനിക്കല്ല, വളരെ ഉത്തരവാദിത്തമുള്ള പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാ. മാഡം പറയുമ്പോ എന്തായാലും നല്ല ആളായിരിക്കും. ആരുടെയെങ്കിലും ഓഫീസ് ഡ്രൈവറായിട്ടാണോ?
ഡ്രൈവർ മാത്രമായിട്ടല്ല മുരളി ജോലി നോക്കേണ്ടത്. ആളിന്റെ പേഴ്സണൽ സെക്യൂരിറ്റിയും കൂടി നോക്കണം. കുറച്ച് ഭീഷണികളൊക്കെ ഉള്ള ആളാ. നേരത്തെ ഉണ്ടായിരുന്ന ഡ്രൈവർ ആളിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയാ വിശ്വസ്തനായ ഒരാളെ നോക്കാന്ന് വെച്ചത്. വളരെ കരുതലും ശ്രദ്ധയുമുള്ള ജോലിയാണെന്ന് മനസ്സിലായല്ലോ. സത്യം പറഞ്ഞാ എനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. ആർക്ക് വേണ്ടിയാണെന്നൊന്ന് പറയൂ മാഡം. എനിക്കറിയുന്ന ആളാണോ? അറിയാവുന്ന ആളാണെന്നോ? മുരളിക്ക് അറിയുന്ന പോലെ എനിക്ക് പോലും അറിയില്ല. മറ്റാർക്കും വേണ്ടിയിട്ടല്ല മുരളി, നമ്മുടെ ദേവികയ്ക്ക് വേണ്ടിയിട്ടാ. ദേവികയുടെ ഡ്രൈവറായിട്ടോ? എന്താ മുരളി, ദേവികയുടെ ഡ്രൈവറാവാൻ മടിയുണ്ടോ? മാഡം എന്താ ഈ പറയുന്നത്? ഒരു MLAയുടെ ഡ്രൈവറാവെന്ന് പറഞ്ഞാൽ അത് സന്തോഷമുള്ള കാര്യമല്ലേ? അത് നമ്മുടെ ദേവിക. പക്ഷേ ദേവികയ്ക്ക് ഇഷ്ടാവൂ ഈ പരിചയക്കാരനായ ഒരാൾ ഡ്രൈവറായിട്ടിരിക്കുന്നത്? ചിലപ്പോ ദേവികയ്ക്കൊരു ബുദ്ധിമുട്ടായിരിക്കില്ലേ? മുരളിയെ പോലെ ഒരാള് കൂടെ ഇല്ലെങ്കിലാ ദേവിക ബുദ്ധിമുട്ടാൻ പോകുന്നത്. മുരളി, ദേവിക ഭീഷണികളുടെ നടുവില്ല. കുറച്ചു ദിവസം മുമ്പ് ഒരു യാത്രക്കിടയിൽ ദേവികയെ അപായപ്പെടുത്താൻ ശ്രമിച്ച കാര്യമൊക്കെ മുരളി അറിഞ്ഞു കാണുമല്ലോ. അറിയാം. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ദേവിക അപ്പോ രക്ഷപ്പെട്ടത്. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. സ്വന്തം വീട്ടിലെ അംഗത്തെ പോലൊരു ഡ്രൈവർ അല്ല, കൂടപ്പിറപ്പിനെ പോലൊരാളാ ദേവികയുടെ ഒപ്പം വേണ്ടത്. ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ടും മുരളി അതിന് യോജിച്ചത്. നന്ദന്റെ ഭാര്യ മുരളിയുടെ സഹോദരി തന്നെയല്ലേ? നിങ്ങൾ ഒറ്റ മനസ്സോടെ കഴിയുന്നവരാ. ചിലപ്പോ ദൈവം ഇങ്ങനൊരു മാറ്റത്തിനൊക്കെ വേണ്ടിയാവും മുരളി ഇങ്ങോട്ട് അയച്ചത്. മുരളിയല്ലാതെ മറ്റാരും ആ സ്ഥാനത്ത് വന്നാലും 100% സംരക്ഷണവും വിശ്വാസവും ഉണ്ടാവില്ല. അതുകൊണ്ട് ദേവികയുടെ ഡ്രൈവറായിട്ട് അല്ല, ഒരു രക്ഷകർത്താവായിട്ട് തന്നെ മുരളി ദേവികയുടെ കൂടെ വേണം. മാഡം പറയുന്ന വെച്ച് നോക്കുമ്പോ ഇതെന്റെ ഒരു നിയോഗം പോലെ എനിക്ക് തോന്നുന്നേ. പക്ഷെ മാഡം MLAയുടെ ഡ്രൈവർ എന്നൊക്കെ പറയുമ്പോ ഗവൺമെന്റിന്റെ തീരുമാനമല്ലേ? എപ്പോഴും അങ്ങനെയൊന്നും അല്ല. പുറത്തു നിൽക്കുന്ന ഒരാളെ നിയമിക്കുന്നതിന് ചില പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും മുരളി നേരിട്ട് ചന്ദ്രോത്ത് ചെല്ല്, ദേവികയുമായി ഒന്ന് സംസാരിക്കും. അല്ല, ഞാനിതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് ആലോചിക്കുക. ഈ ജോലിയിൽ മുരളി വരിക എന്നുള്ളത് മുരളിയുടെ അല്ല, ദേവികയ്ക്കാ നേട്ടം. അത് ചന്ദ്രോത്തുകാർക്ക് മനസ്സിലാവും. മുരളി ചന്ദ്രോത്ത് ചെന്ന കാര്യങ്ങൾ പറയുക, ബാക്കിയൊക്കെ പിന്നെ. ശരി മാഡം, ഞാൻ ഇറങ്ങട്ടെ. ശരി. മുരളി, മുരളിയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. സുഖാണല്ലോ അല്ലേ? പിന്നെ അവസ്ഥകളൊക്കെ അമ്മ പറഞ്ഞു കാണുമല്ലോ. ഭാർഗവി ഒക്കെ പറഞ്ഞു മുരളി. വിഷമിക്കണ്ട, നമുക്ക് അന്വേഷിക്കാം. മുരളിക്ക് പറ്റിയ ഒരു ജോലി മുരളിക്ക് ലഭിക്കും, അത് ഉറപ്പാ. ഇവിടെ എനിക്കൊരു ജോലി തരാൻ പറ്റുമോ ആന്റി? ഇവിടെ ചന്ദ്രോത്തുന്നൊരു ആവശ്യം പറഞ്ഞാൽ അത് നടക്കുമെന്നാണല്ലോ. എനിക്കൊരു ജോലി വേണം ഇവിടെ. പിന്നെ എനിക്ക് പറ്റിയൊരു ജോലി ഉണ്ടല്ലോ. അതെന്താ മുരളി അങ്ങനെ പറയുന്നേ? ഇവിടെ മുരളിക്ക് പറ്റിയ ജോലി ഉണ്ടെന്നോ? മുരളിയെ ആരോ പറഞ്ഞു പറ്റിച്ചിരിക്കുക. എന്നെ പറഞ്ഞു പറ്റിച്ചത് മറ്റാരുമല്ല, ആന്റിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി തന്നെയാ, ചന്ദ്രമതി മാഡം. ചന്ദ്രമതിയോ? അവൾക്കിത് എന്തു പറ്റി? ചന്ദ്രമതിയോട് ആരാ പറഞ്ഞ മുരളിക്ക് പറ്റിയ ജോലി ഇവിടെ ഉണ്ടെന്ന്? ഇവിടെ ഒരു ഡ്രൈവറെ വേണ്ടേ?
ഡ്രൈവർ മുരളിക്കറിയല്ലോ, കേസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മുടെ കമ്പനിയും ബിസിനസ്സും ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. ബലരാമനൊപ്പം 4 പേരാ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും സ്റ്റേ ചെയ്തിരിക്കുക. കുറച്ചു മാസം കഴിയുമ്പോഴേക്കും കമ്പനി നമ്മൾ തിരിച്ചു പിടിക്കാന്ന് കരുതുന്നു. അതല്ല ആൻറ്റി, ഞാനിവിടെ ചന്ദ്രോത്തെ കാര്യമല്ല പറഞ്ഞത്. നമ്മുടെ MLA-യുടെ കാർ ഓടിക്കാൻ ഒരു ഡ്രൈവർ വേണ്ടേ? ദേവികയ്ക്കൊരു ആപത്തുണ്ടായല്ലോ. ദേവികയുടെ ഡ്രൈവറൊക്കെ കൂടി ഗൂഢാലോചന നടത്തിയിട്ട്. അപ്പോൾ ഇവിടെ ദേവിക്ക് വിശ്വസ്തനായ ഒരു ഡ്രൈവർ ആവശ്യമുണ്ടെന്നാണ് ചന്ദ്രമതി മേഡം എന്നോട് പറഞ്ഞത്. അല്ല, നമ്മുടെ ദേവികയ്ക്കൊരു ഡ്രൈവറെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ ഡ്രൈവറായിട്ട് എന്നെ നിയമിച്ചൂടെയെന്ന് ചോദിക്കാനാണ് വന്നത്. എനിക്കത് വലിയ സന്തോഷമാണ്. ആൻറ്റിക്ക് ഉൾപ്പെടെ ഇവിടെ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. മോളെ, എന്താ മോൾക്ക് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോണം. ഒരു 12 മണി കഴിഞ്ഞ് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ സംഭവങ്ങളിൽ ദേവിക്ക് ചെറിയ ടെൻഷൻ. ഞാൻ പറഞ്ഞു, കൃത്യമായ ഒരാളെ കണ്ടുപിടിച്ച് ഡ്രൈവറായിട്ട് നിയമിച്ചതിന് ശേഷം മതി ലോങ് പോകുന്നതെന്ന്. പക്ഷേ കൃത്യമായ ഒരാളെ കിട്ടണ്ടേ? സിദ്ധു, എന്റെ പരിചയത്തിൽ ഒരാളുണ്ട്. വേറൊരാള് റെക്കമെൻഡ് ചെയ്തിട്ട് വന്നതാ. അമ്മ വേണ്ട, ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നും വേണ്ട. ഏതെങ്കിലും ഉടായ്പകളായിരിക്കും. അല്ല, അയാൾക്കും ഇവിടുത്തെ ജോലി കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. ആ ഒരു താല്പര്യത്തിൽ വന്നതാ. അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം. ഏതെങ്കിലും രീതിയിൽ വീട്ടിൽ കടന്നു കയറാൻ വേണ്ടി ആരെങ്കിലും അയച്ചതായിരിക്കണം. അതെ അതെ, ഡ്രൈവറായിട്ട് വരുമ്പോൾ ഏത് രീതിയിൽ അപകടം ഉണ്ടാക്കാമല്ലോ. പക്ഷെ ഇതങ്ങനെയല്ലെന്നാ തോന്നുന്നേ. നല്ലൊരാളാ.